ഗൂഗിൾ മാപ്പിനകത്ത് ആസ്ക് മാപ്സ് എന്ന പുതിയ ഗംഭീരമായ ഒരു ഫീച്ചർ വന്ന കാര്യം നിങ്ങൾ അറിയുമോ? ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. സാധാരണ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ഗൂഗിൾ മാപ്പിൽ ആ സ്ഥലം സെർച്ച് ചെയ്യും, മാപ്പ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. ഇത്ര മാത്രമാണല്ലോ ഗൂഗിൾ മാപ്പ് നമ്മളെ സഹായിക്കുന്നത്. എന്നാൽ ഈ ഒരു ഓപ്ഷൻ അങ്ങനെയല്ല. നമുക്ക് യാത്രയ്ക്കിടയിൽ പല ആവശ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കണക്ട് ചെയ്യേണ്ടതുണ്ടാകും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഒരു സുഹൃത്ത് പോലെ ഈ ഒരു ഓപ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാലൊന്നും ഈ ഓപ്ഷൻ്റെ ഉപകാരം നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇടതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് ആസ്ക് മാപ്സ് എന്ന പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാം. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കുക. അടുത്ത് തന്നെ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. ഗൂഗിൾ മാപ്പ് കുറച്ചുകൂടി അഡ്വാൻസ്ഡും ഫ്രണ്ട്ലിയുമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് ലഭിക്കുക. ഇനി താഴെയായി ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന ഒരു കോളം കാണാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് പോലെ ഗൂഗിൾ മാപ്പിനോട് തത്സമയം നമുക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതൊക്കെ മാപ്പിൽ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഏതു ഭാഷയിലും നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ഞാൻ ആദ്യമായി ഇതിനോട് ചോദിക്കുന്നത്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യേണ്ടതുണ്ട്, ടോൾ ഇല്ലാത്തതും സുഗമമായി യാത്ര ചെയ്യേണ്ടതുമായ വഴി പറഞ്ഞു തരാൻ ചോദിച്ചതിന് ശേഷം സെൻഡ് ചെയ്യുകയാണ്. ഇതുപോലെ നമുക്ക് ചോദിക്കേണ്ട കാര്യം ടെക്സ്റ്റ് മെസ്സേജായി ഏത് ഭാഷയിൽ വേണം എഴുതി സെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ എഴുതിയ അതേ ഭാഷയിൽ തന്നെ അത് മറുപടി തരുന്നതാണ്. വളരെ വിശദമായ കാര്യങ്ങൾ അതിലുണ്ടാകും. നമുക്ക് ഏത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്, ആ റൂട്ടിലേക്ക് ആക്സസ് ചെയ്യേണ്ട 1-2 മാപ്പുകൾ തരും. പിന്നെ അതിൻ്റെ റൂട്ട് മാപ്പ് ഇതുപോലെ വരച്ച് കാണിച്ചു തരും. അങ്ങനെ വളരെ വിശദമായ ഡീറ്റെയിലിംഗ് ആയ മറുപടി ആയിരിക്കും ലഭിക്കുക. ഇനി നമുക്ക് കൂടുതൽ തുടർന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ആ യാത്ര ഒരു സ്ഥലത്തേക്ക് മാത്രമായിരിക്കില്ല, മറ്റൊരു സ്ഥലത്തേക്ക് കൂടി കണക്ട് ചെയ്ത് യാത്ര ചെയ്യണമെങ്കിൽ ആ കാര്യവും വിശദമായി ഇതിൽ എഴുതിയാൽ മതി. ഇപ്പം ഞാൻ നാദാപുരം കൂടി ടച്ച് ചെയ്തിട്ടാണ് കോഴിക്കോട് പോകുന്നതെങ്കിൽ അതിന് ഏത് റൂട്ടാണ് നല്ലത് എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ഉടനെ എനിക്ക് മറുപടി വരുന്നത് കാണാം. ഏത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്, എത്ര കിലോമീറ്റർ അധികം സഞ്ചരിക്കണം, ഏത് വഴിയാണ് നല്ലത്, ബ്ലോക്ക് ഉണ്ടാകുമോ, എല്ലാ കാര്യങ്ങളും മാപ്പിലേക്കുള്ള ആക്സസ്, അതുപോലെ തന്നെ എനിക്ക് റൂട്ട് മാപ്പ് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ വളഞ്ഞിട്ടാണ് സഞ്ചരിക്കേണ്ടത്. സാധാരണ കോഴിക്കോട് പോകുമ്പോൾ നാദാപുരത്തേക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നാദാപുരം ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് വളഞ്ഞിട്ടുള്ള മാപ്പ് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് എവിടെയാണ്, പെട്രോൾ പമ്പ് എവിടെയാണ്, ഇങ്ങനെ അറിയേണ്ട കാര്യങ്ങളൊക്കെ തത്സമയം ഇതിനോട് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് 11 മണിക്ക് യാത്ര പുറപ്പെട്ടാൽ ഏകദേശം 1 മണിക്ക് ഏത് സ്ഥലത്തെത്തും, അവിടെയുള്ള നല്ല റെസ്റ്റോറൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ സെൻഡ് ചെയ്തപ്പോൾ അതിനുള്ള മറുപടി വന്നത് കാണാം. ഏതൊക്കെ റെസ്റ്റോറൻറ്റ് ആ സമയത്തുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും പ്രവർത്തന സമയവും എല്ലാം വിശദമായിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാപ്പിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ റൂട്ട് മാപ്പ് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാം. എൻ്റെ മാപ്പിൽ 2ഓളം ഈ യാത്രയിൽ റെസ്റ്റോറൻറ്റും ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് യാത്രക്കിടയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് നമുക്ക് മാപ്പിൽ ഉൾപ്പെടുത്തി തരുന്നതാണ്. ഇനി നമുക്ക് റൂട്ട് മാപ്പ് തന്നു കഴിഞ്ഞാൽ ആ മാപ്പിലേക്കുള്ള ആക്സസും തരും. ഇതുപോലെ ആ ആക്സസിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കുകയും നമ്മൾ സാധാരണ പോലെ സ്റ്റാർട്ട് കൊടുത്തിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ യാത്രയിൽ നമ്മൾ പോയിന്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ഇത് കൃത്യമായ വിവരങ്ങൾ നൽകും. റെസ്റ്റോറൻറ്റ് അടുത്തെത്തുമ്പോൾ റെസ്റ്റോറൻറ്റ് എത്തി എന്ന് പറയും. ഇങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഇഷ്ടപ്രകാരം യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്ക്. വന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.